PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ ഉയർത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പിടിവാശി. തീരുമാനം ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് എന്നതിന് മന്ത്രിസഭാ രേഖകൾ തെളിവ്. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ശമ്പളം കൂട്ടരുതെന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട്. മന്ത്രിസഭാ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി ശമ്പളത്തിനും അംഗങ്ങളുടേത് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ ഗ്രേഡ് ശമ്പളത്തിനും തുല്യമാക്കണമെന്നാവശ്യപ്പെട്ട് 2023 ജനുവരിയിലാണ് PSC ചെയർമാൻ സർക്കാരിന് കത്ത് നൽകിയത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ശമ്പളം തൽക്കാലം കൂട്ടേണ്ടെന്നായിരുന്നു ധനവകുപ്പിന്റെ ആദ്യ നിലപാട്. കേന്ദ്ര നിരക്കിലെ ക്ഷാമബദ്ധയും യാത്രാബദ്ധ വീട്ടുവാടക അലവൻസുകളിലെ വർധനവും കുടിശ്ശിക ആവശ്യവും ധനവകുപ്പ് തള്ളി. ഇതോടെ ശമ്പള വർധനവിനുള്ള നീക്കം നിലയ്ക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിഷയത്തിൽ ധനമന്ത്രി ഫയലിൽ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി നിലപാട് ഘടിപ്പിച്ചതോടെ PSC ചെയർമാനും അംഗങ്ങൾക്കും കേന്ദ്ര നിരക്കിൽ DA നൽകാമെന്ന ധനവകുപ്പ് സമ്മതക്കുറിപ്പ് എഴുതി. ഇതോടെ ധനവകുപ്പിന്റെ മറ്റു തീർപ്പുകൾക്കും പ്രസക്തിയില്ലാതായി മാറി. 2024 മെയ് 29 മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ ശമ്പളത്തെ ചൊല്ലി ചർച്ചകൾ വന്നതോടെ തീരുമാനമെടുക്കാനായില്ല. മുഖ്യമന്ത്രി വീണ്ടും നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ 19 ചേർന്ന മന്ത്രിസഭാ യോഗം PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാൻ തീരുമാനമെടുത്തത്. വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അവഗണിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ ഇഷ്ടക്കാർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി നൽകാൻ മടി കാണിക്കുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.